ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ സരസ്വതി പൂജ വിശേഷങ്ങളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ മൺഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീഡിയോസ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ലെമൺ റൈസിൻ്റെ റെസിപ്പി കുറേ നാളായിട്ട് എന്നോട് ഒരാൾ ചോദിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എനിക്കിതിൻ്റെ ടേസ്റ്റും എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ കഴിച്ചിട്ടും ഇല്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. സാധാരണ ഞാൻ അങ്ങനെ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന റെസിപ്പീസ് ഒന്നും ഷൂട്ട് ചെയ്യാറില്ല. പക്ഷേ എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇത് ശരിയാവുമെന്ന്. റെസിപ്പി ശരിയാവുകയാണെങ്കിൽ വ്ളോഗിൽ ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇരുന്നത്. അങ്ങനെ ദേ ഞാൻ ഒരു 3 ലെമൺ എടുത്തിട്ടുണ്ട്. 3 പീസാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഒരു ഫുൾ ലെമണും പിന്നെ ഒരു ഹാഫ് പോർഷനും എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 3 പേർക്കുള്ള റൈസിൻ്റെ അളവാണ് കേട്ടോ ഈ പറയുന്നത്. നന്നായിട്ട് ഇതിൻ്റെ ചാറ് മാത്രം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ലെമൺ റൈസ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും കുറച്ചും കൂടി നല്ല പഴുത്ത ലെമൺ എടുക്കുന്നതാണ് നല്ലത്. പച്ച ലെമൺ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കയ്പ്പ് രസം വരും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു പച്ച ലെമണാണ് ഉണ്ടായിരുന്നത് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന സമയത്ത് പഴുത്ത ലെമൺ എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ സൈഡ് ഡിഷിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് വെണ്ടയ്ക്ക ഫ്രൈ ആണ്. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയില്ല, അതാണ് ചെയ്തത്. പിന്നെ സാധാരണ ഇതിൻ്റെ കൂടെ പൊട്ടറ്റോ ഫ്രൈയും അതുപോലെ വാഴയ്ക്ക ഫ്രൈ അതുപോലെ തോരൻ അങ്ങനെയുള്ളതൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടി. അപ്പോൾ നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാം. ഞാൻ ദേ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കടുകും കറിവേപ്പില ഇട്ട് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് പൊട്ടുകടലയും കപ്പലണ്ടിയും അതുപോലെ തന്നെ നട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പീനട്ടും നട്ട്സും ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നട്ട്സ് ഞാൻ കുറച്ചൊന്ന് അധികം തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും കപ്പലണ്ടിയും പൊട്ടുകടലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കണം. ഈ നട്ട്സൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. നല്ലെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. എപ്പോഴും നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. ലെമണിൻ്റെ നീര് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറയേണ്ട കാരണം പെട്ടെന്ന് തന്നെ അതിൻ്റെ നീര് ഈ ചൂടത്ത് കിടന്ന് ഒരുപാട് അങ്ങോട്ട് കയ്പായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഓഫ് ചെയ്തതിന് ശേഷം ലെമൺ ചേർത്ത് കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കളർ പൊടിയൊന്നും ചേർക്കാറില്ല, മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. ആ മഞ്ഞളിൻ്റെ കളർ മാത്രമാണ് ഇതിലുള്ളത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറ് ഞാൻ ചേർത്ത് കൊടുത്തു. ഞാനിപ്പോൾ ഒരു വലിയ ഗ്ലാസ്സിലുള്ള പൊന്നി റൈസ് അളന്നെടുത്തിട്ട് ചോറ് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് 3 പേർക്ക് കഴിക്കാനായിട്ട് കറക്റ്റ് ആയിരിക്കും, ബാലൻസും വരും. ഇപ്പോൾ 2 നേരമൊക്കെ നമുക്ക് കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ലെമൺ റൈസ് ചെയ്യേണ്ടത്. നിങ്ങൾ ചോറ് ചേർക്കുന്ന സമയത്ത് വീണ്ടും ഒന്നും കൂടി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷമാണ് ചോറ് ചേർത്ത് കൊടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടിഭാഗം ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ അത്രയും നല്ലതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇന്ന് പൊട്ടറ്റോ ഫ്രൈയുടെ കൂടെയാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഈ ലെമൺ റൈസൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ട്രെയിൻ യാത്രയിലൊക്കെ നമ്മൾ ഈ ലെമൺ റൈസൊക്കെ കൊണ്ടുപോയാൽ 2-3 ദിവസമൊക്കെ കേടാവാതിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൈ ഐറ്റംസ് കൂടെ വെച്ചിരുന്നാൽ മതി. ഞാൻ ദേ വന്നിട്ട് ഗ്രോസറീസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ ലിസ്റ്റൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ മാസം തോറും ആണല്ലോ ഞങ്ങൾ ഗ്രോസറി എടുക്കുന്നത്. കഴിഞ്ഞ മാസം ഞാൻ കുറച്ച് സാധനങ്ങളാണ് എടുത്തിരുന്നത്. ഇത്തവണ കുറച്ച് അധികം തന്നെ എടുക്കണം, എല്ലാ സാധനങ്ങളും എടുക്കണം. ഇവിടെ ദേ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ലിസ്റ്റൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ എന്തായാലും സാധനം എടുക്കാനായിട്ട് പോകത്തില്ല, 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ എന്തായാലും ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ട് ഫോണിലൊന്ന് ഫോട്ടോ എടുത്ത് വെച്ചേക്കും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ ഇതുപോലെ ഗ്രോസറീസിൻ്റെ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് ഒരു ബഡ്ജറ്റ് പോലെ തയ്യാറാക്കുമായിരുന്നു. എത്രമാത്രം രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തെന്നുള്ളതെന്നൊക്കെ ഞാൻ എഴുതി വെക്കും. അതുപോലെ തന്നെ ബില്ലും കൂടി പേസ്റ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അതിൻ്റെ പഴയ ഡയറിയൊക്കെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മാസത്തെയും എക്സ്പെൻസ് നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ വർഷത്തിന് ശേഷം ഞാനത് വീണ്ടും ഫോളോ ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സാധനങ്ങളുടെ വില നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്തുമാത്രം പൈസ നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കുന്നതെന്നും അതുപോലെ തന്നെ ഓരോ മാസവും നമ്മൾ എത്രമാത്രം സാധനങ്ങൾ എടുക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എഴുതിയൊക്കെ വെക്കുന്നത്. പിന്നെ ഒരു മീൽ പ്ലാനിങ്ങും കൂടെ എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീക്കിലത്തേക്കുള്ള മീൽ പ്ലാനിങ് ആണ് എഴുതി വെക്കുന്നത്.
അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ശരിക്കും വേണ്ടിയിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസും ഗ്രോസറീസൊക്കെ തീരാറായിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ചെയ്യാനുള്ളതാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ മേടിച്ചതിന് ശേഷം പ്രോപ്പറായിട്ടുള്ളൊരു മീൽ പ്ലാനിങ് നമുക്ക് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുതി വെക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് രാവിലെ എഴുന്നേറ്റ് എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മൾ ഇപ്പോൾ മറന്നിരിക്കുന്ന പല സാധനങ്ങളും നമുക്ക് എടുത്ത് കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ മറന്നു പോവല്ലേ, മാറ്റി വെച്ചേക്കൂലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മളെടുത്ത് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഗ്രോസറി ഒന്നും വേസ്റ്റ് ആവത്തുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ മീൽ പ്രിപ്പൊക്കെ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. മീൽ പ്ലാനിങ് ഒക്കെ എഴുതി വെച്ചതിന് ശേഷം വന്നിട്ട് വീടൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് തൂത്ത് അടിച്ച് വാരി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് മോപ്പിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സരസ്വതി പൂജ ചെയ്യുന്ന ദിവസമാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടാകെ ഒന്ന് മോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസം മുമ്പ് മോപ്പ് ചെയ്തതാണ്. എന്നാലും പൂജയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ലൈസോൾ ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ മോപ്പ് ചെയ്തെടുക്കുന്നത്. ചില സമയത്ത് ഞാൻ കല്ലുപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് ഇതുപോലെ കുറച്ച് കർപ്പൂരമൊക്കെ ഇട്ടിട്ട് അങ്ങനെ മോപ്പ് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലർക്ക് തോന്നുമായിരിക്കും മഞ്ഞൾ ചേർക്കുന്നത് കൊണ്ട് ടൈൽസിൽ കളറ് പിടിക്കത്തില്ലേന്ന്. അപ്പോൾ നമ്മളിവിടെ പൂജ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന നല്ല മഞ്ഞളാണ് കേട്ടോ. അത് മാത്രമല്ല കളർ അങ്ങനെ ആവുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ മഞ്ഞൾ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബേക്കിംഗ് സോഡയോ വിനാഗിരിയോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈസോളോ മറ്റോ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ മോപ്പിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് കോലമൊക്കെ ഒന്ന് വരച്ചിടുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്നുള്ളൊരു സിമ്പിൾ ഡിസൈനാണ്. നല്ല പെർഫെക്ഷൻ ഒന്നും വന്നിട്ടില്ല കേട്ടോ. കാരണം പെട്ടെന്ന് ഞാൻ വരച്ചെടുത്തതാണ്. ഇതിനിടയിൽ തന്നെ സന്ധ്യ ആവാനായിട്ട് തുടങ്ങി. പിന്നെ പെട്ടെന്ന് തന്നെ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടണം. അപ്പോൾ ഞാൻ ആ സോഫ ഇരിക്കുന്ന ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അവിടെയാണ് ഇന്ന് വിളക്ക് വെക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാലോ, ഞാൻ സ്ഥിരമായിട്ട് പൂജാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമ്മുടെ പഴയ ഒരു കൊച്ചു ടീപ്പ ഉണ്ടല്ലോ, അതിൽ ആണ് വിളക്കൊക്കെ വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആമയും കൂടി കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അവളോട് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കാരണം അവൾ വന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാണെങ്കിൽ എനിക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അപ്പോൾ ഞാനിതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം. പിന്നെ പിള്ളേർ കൂടെ ഉണ്ടെങ്കിൽ അവരും കൂടെ കൂടിയാലും നല്ലതാണ്. പക്ഷെ എന്നാലും ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്തതുകൊണ്ടാണ് അവളോട് ഇപ്പോൾ വരണ്ടെന്ന് പറഞ്ഞത്. പിന്നെ കുറേ കഴിഞ്ഞിട്ട് അവളും കൂടെ കൂടി. പിന്നെ ഞാൻ ഈ ഒരു നേരിയതിൻ്റെ ഒരു മുണ്ട് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത്തവണ ടേബിൾ വിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ പൂജാ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എടുക്കുന്ന നേരിയതൊക്കെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു മഞ്ഞ പട്ടു ഇരിപ്പുണ്ട്. ഇതൊക്കെ ഞാൻ കഴുകി ആവശ്യം കഴിയുമ്പോഴത്തേക്കും കഴുകി നന്നായിട്ട് ഉണക്കി മടക്കി പൂജാ ഷെൽഫിൽ വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് ഇതുപോലെ പുസ്തകങ്ങൾ, ആമി പഠിക്കുന്ന പുസ്തകങ്ങളും എൻ്റെ 1-2 നോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തൊന്ന് നല്ലപോലെ ഒന്ന് ന്യൂസ് പേപ്പറിലിട്ട് പൊതിഞ്ഞ് വെച്ചു. ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ അങ്ങനെ പൊതിയാതെയാണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ആൻറ്റി ഉണ്ട്. ആൻറ്റിയാണ് എനിക്ക് പറഞ്ഞു തന്നത് ബുക്സ് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് വേണം പൂജ വെക്കാനെന്ന്. അങ്ങനെ ഞാൻ ഇത്തവണ തൊട്ട് ഇതുപോലെ ബുക്സ് ഒന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞതിന് ശേഷം ന്യൂസ് പേപ്പർ ഇട്ട് പൊതിഞ്ഞിട്ടാണ് പൂജ വെക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്തുള്ള ഈ ഒരു സരസ്വതിയും ലക്ഷ്മി ദേവിയും ഗണപതിയൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ സരസ്വതി പൂജയ്ക്ക് മേടിച്ചതാണ്. അത് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പീഠത്തിലൊക്കെ വെക്കുന്നതാണ് നല്ലത്. എൻ്റെ അടുത്ത് ഇപ്പോൾ പീഠമൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ തുണി വിരിച്ചിട്ട് അതിൻ്റെ മേലെ വെക്കുന്നത്. പിന്നെ ഒരു വാഴയില ഇങ്ങനെ 2ആയിട്ട് കീറിയെടുത്തിട്ട് തുമ്പല എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ വാഴയില ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് തട്ടമൊക്കെ വെച്ച് കൊടുത്തത്. പിന്നെ എല്ലാ തട്ടത്തിലും മഞ്ഞളും കുങ്കുമവും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലവർ വെക്കുന്ന ഈ ഒരു സംഭവമില്ലേ, ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം എനിക്ക് കമൻറ്റ് ഉള്ളതാണ്. എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയണേന്ന്. അപ്പോൾ എന്തായാലും അതും കൂടി ഈ വീഡിയോയിൽ പറയാം. അതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ചെയ്യുന്നതൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഈ ബുക്സൊക്കെ വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, ഇതിൻ്റെ 4 മൂലയ്ക്കും മഞ്ഞളും കുങ്കുമവും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന പേഴ്സണൽ ലാപ്ടോപ്പാണ്, അതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ അടുത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ വെക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ട്രൈപോഡ് എൻ്റെ അടുത്ത് ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് അത് വെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ അതും കൂടി വെച്ചേനെ.
പിന്നെ നമ്മുടെ എന്തെങ്കിലും ഗാഡ്ജറ്റ്സുകളോ മറ്റു കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ ദേ ഈ ഒരു പൂവിടുന്ന സംഭവം കണ്ടോ, ഈ ഒരു ഉരുളി, ഇത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്തതാണ്. 3 വർഷം മുന്നേ എടുത്തതാണ് കേട്ടോ. ഏതൊരു ദീപാവലിക്ക് എടുത്തതാണ്. നല്ല ക്വാളിറ്റിയാണ്. 3 വർഷമായിട്ടില്ല, 2 വർഷമാണ് ആയത്. അപ്പോൾ ഇത് 10 ലീഫ് വരുന്ന പോലത്തതാണ്. അപ്പോൾ അതിനകത്ത് സെൻറ്ററിൽ വെള്ളം ഒഴിച്ചിട്ട് പൂക്കൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി ഭാഗത്തൊക്കെ തിരിയിട്ട് വിളക്ക് വെക്കുന്ന രീതിയിലാണ് അതിൽ കാറ്റലോഗ് കാണിച്ചേക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ആ വിളക്കിൻ്റെ ഭാഗമൊക്കെ കരി പിടിക്കും, പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ ജസ്റ്റ് മഞ്ഞളും കുങ്കുമവും മാത്രം തൊട്ട് കൊടുക്കുകയേ ചെയ്യാറുള്ളൂ. സെൻറ്ററിൽ മാത്രം നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഹാർഡ് വാട്ടറും ഉപ്പും ഉള്ളതൊന്നും ഒഴിക്കരുത്. ഇവിടെ ചെന്നൈയിൽ അങ്ങനത്തെ വെള്ളമാണ് കൂടുതൽ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. എന്നിട്ട് പൂക്കളിട്ട് കൊടുക്കുക, നല്ല വെള്ളം ഒഴിച്ചിട്ട് പൂക്കളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് എടുക്കുന്നത്. പിന്നെ അതേ തട്ടം നന്നായിട്ട് കഴുകി തുടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം തന്നെ, അതിൽ മഞ്ഞളും കുങ്കുമൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പൊരിയും പഴവും വെറ്റില പാക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ പാക്കാണ് കേട്ടോ കിട്ടുന്നത്, നാട്ടിലത്തെ പാക്ക് ഇവിടെ കിട്ടാറില്ല. പിന്നെ ഇത്രയും സിമ്പിളായിട്ടാണ് ഞാൻ ഇത്തവണ ചെയ്തേക്കുന്നത്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ഉണ്ണിക്കണ്ണൻ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ കഴിഞ്ഞ വെക്കേഷൻ ഇതുപോലെ ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. ആ ഉണ്ണിക്കണ്ണനെയും കൂടി വെച്ച് കൊടുത്തു. പിന്നെ വിളക്കിലും തട്ടത്തിലൊക്കെ ഒന്ന് പൂവൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു, ഫോട്ടോയിലൊക്കെ ഒന്ന് പൂക്കൾ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ സരസ്വതി പൂജ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഗ്രാൻഡായിട്ട് ചെയ്തതാണ് കേട്ടോ, ഒരുപാട് പ്രസാദമൊക്കെ ചെയ്തു, അതുപോലെ ഫ്രൂട്ട്സൊക്കെ വെച്ചായിരുന്നു. ഇത്തവണ നല്ല സിമ്പിളായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത്. പക്ഷേ എന്നാലും ഭയങ്കര എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് പൂജ ചെയ്യാൻ പറ്റിയത് തന്നെ ഒത്തിരി സന്തോഷമാണ്. നമ്മൾ ഈ പൂജ എടുത്തത് വ്യാഴാഴ്ചയുടെ അന്നാണ് നമ്മൾ പൂജ വെച്ചത് എടുത്തത് കേട്ടോ, അന്നാണല്ലോ വിജയദശമി നടന്നത്. പിന്നെ എൻ്റെ എക്യുപ്മെൻറ്റ്സ്, അതായത് ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്ന അവിടുത്തെ ആ ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കത്രികയും ടേപ്പും സ്ക്രൂ ഡ്രൈവറും അതിലൊക്കെ ജസ്റ്റ് ഒന്ന് മഞ്ഞളും കുങ്കുമൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തു. പിന്നെ ആ ഒരു കത്തി ഉണ്ടല്ലോ, അത് ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യാത്ത കത്തിയാണ്, അതും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം എൻ്റെ അറിവിലെല്ലാം എടുത്തു വെച്ചു എന്നാണ് എൻ്റെ ഒരു ഇത്. ഇനി നമ്മൾ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ബുധനാഴ്ചയുടെ അന്നാണ് വാഹന പൂജയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ വ്ലോഗൊക്കെ വരുന്ന വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇന്ന് നമ്മൾ സരസ്വതി പൂജയുടെ അന്നത്തെ കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. പിന്നെ ഒന്ന് ചന്ദനത്തിരിയൊക്കെ ഒന്ന് കത്തിച്ചിട്ട് വിളക്കൊക്കെ ഒന്ന് വെച്ചു. പിന്നെ കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഹസ്ബൻഡും മോളും ഒക്കെ വന്നിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടാണ് ചെയ്തതെങ്കിലും എനിക്ക് ഭയങ്കര ഗ്രാൻഡായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. എല്ലാ പ്രാവശ്യവും ചെയ്യുന്നേക്കാളും ഭയങ്കര സിമ്പിളായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് മനസ്സിന് സംതൃപ്തിയോടുകൂടി തന്നെ നന്നായിട്ട് തന്നെ പൂജ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ ഹസ്ബൻഡിൻ്റെ ലാപ്ടോപ്പിൽ വെള്ളമൊക്കെ വീഴുമെന്ന് പേടിച്ചിട്ട് എന്നോട് ഇങ്ങനെ ഒരു ഷോളൊക്കെ എടുത്ത് മൂടി വെക്കാനായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് വെച്ചതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിണ്ടിയിലിരിക്കുന്ന വെള്ളമൊക്കെ ചിലപ്പോൾ ആമി വന്നിട്ട് തട്ടിയൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് നനയത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് മന്ത്രങ്ങൾ ഇങ്ങനെ ഫോണിൽ ഗൂഗിളിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ഞാൻ ആമിക്ക് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി മന്ത്രമൊക്കെ ഒന്ന് ജപിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ചു. സാധാരണ നമ്മുടെ നാട്ടിലാണെങ്കിൽ പൂജ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾ പഠിക്കത്തൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇങ്ങനെ പൂജ വെച്ച് കഴിഞ്ഞാലും എല്ലാ കുട്ടികളും പഠിക്കുകയും സ്കൂളൊക്കെ ഓപ്പൺ ആണ്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഞാനിവിടെ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു സമ്പ്രദായം കാണുന്നത്. പിന്നെ ആമിയാണെങ്കിൽ ചെറുതാണല്ലോ, അവളിപ്പോൾ 3rd സ്റ്റാൻഡേർഡിലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളോട് പറഞ്ഞാൽ അറിയത്തൊന്നുമില്ല, പഠിക്കരുതെന്നൊക്കെ പറഞ്ഞാലും കേൾക്കില്ല. മാത്രമല്ല ഈ ഒരു ദിവസം അങ്ങനെ പഠിക്കാതിരിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിലൊന്നും വലിയ കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആമി പഠിച്ചതുകൊണ്ടോ എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലെ പൂജ വെക്കാനായിട്ട് കാത്തിരിക്കും, ഇങ്ങനെ ഒരു ദിവസം കിട്ടിയെങ്കിലെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പഴയ ഓർമ്മകളുണ്ടോയെന്നൊന്ന് ഷെയർ ചെയ്യണേ, മറക്കരുത്. കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. പണ്ടൊക്കെ ആണെങ്കിൽ പൂജവെപ്പിൻ്റെ ദിവസം വരാനായിട്ട് കാത്തിരിക്കും, അന്നത്തെ ദിവസം പഠിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ ആ സമയത്ത് എനിക്കാണെങ്കിൽ പഠിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് പെട്ടെന്ന് എഴുതാനും വരയ്ക്കാനും ഒക്കെ തോന്നും. പിന്നെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ പറയും ആ സമയത്ത് വായിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം വായിക്കുന്ന കാര്യങ്ങളും പത്രത്തിലാണെങ്കിലും മാഗസീനുകളിലാണെങ്കിലും അന്ന് ഈ പറഞ്ഞ പോലെ ഇത്രയും ഫോണൊന്നും ഇത്രത്തോളം ഇതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പേപ്പർ കഷ്ണം കിട്ടിയാലും വായിക്കാനൊക്കെ തോന്നും. പിന്നെ ആ സമയത്ത് ഞങ്ങൾ ബുക്സിൻ്റെ അടുത്ത് പോകത്തേ ഇല്ല. ബുക്സൊക്കെ കാണുവാണെങ്കിൽ തൊടാൻ പോലും പേടിയാണ്. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചതെല്ലാം മറന്നു
പോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ. ആമിയോട് ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അവള് പതിവ് പോലെ തന്നെ എപ്പോഴും എഴുതലും വായിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് ഇല ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസം നമ്മൾ സദ്യയും കഴിച്ച് ഇന്നതേ പൂജയ്ക്കും ഇല എടുത്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ഇലയെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഇലയട ചെയ്യാമെന്ന് കരുതി. ഇലയട ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ മാവ് കുഴച്ച് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. പിന്നെ പ്രസാദമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്തിട്ട് നമുക്ക് വിളക്കിന്റെ മുന്നിൽ വെക്കായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് പ്രസാദത്തിന് എടുത്തിട്ടില്ല, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പിന്നെ തേങ്ങ ചിരകി അതിലേക്ക് കുറച്ച് ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുത്തത്. വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചതോ ശർക്കര ഉരുക്കിയതോ ഒക്കെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ തേങ്ങ ശർക്കരയിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് വിളയിച്ചിട്ടൊക്കെ എടുക്കാം. ഇതിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അവലൊക്കെ ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ, ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നെയ്യ് ചേർത്തിട്ട് ആണ് അട ഉണ്ടാക്കുന്നത് എപ്പോഴും. മാവിനകത്തും നെയ്യ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലയിലും കുറച്ച് നെയ്യ് നന്നായിട്ട് തടവിയതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ മാവ് എടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ല കട്ടി കുറച്ച് എത്രത്തോളം പരത്തുന്നുവോ അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഇലയട. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഈ ഒരു തേങ്ങയുടെ കൂട്ട് വെച്ച് കൊടുത്ത് സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. ഞാനാണെങ്കിൽ ചില സമയത്ത് ഇതുപോലെ ഈ ഇലയപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന മാവുണ്ടല്ലോ, ചിലപ്പോൾ ഈ ഇല ഫുള്ളായിട്ട് തീർന്ന് കാണും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും മാവ് കുറച്ച് അധികം കാണും. അപ്പം അങ്ങനത്തെ സമയത്ത് കുറച്ച് കൊഴുക്കട്ടയായിട്ട് മാറ്റി വെക്കാറുണ്ട്. കയ്യിൽ തന്നെ ഇങ്ങനെ പിടിക്കൊഴുക്കട്ട പോലെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതും ആമിക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇത്രയും ഇലയിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങളിത് ഇന്ന് കഴിച്ചിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ കഴിച്ചതൊക്കെ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇത് ഉണ്ടാക്കി വെച്ചു എന്നേ ഉള്ളൂ. കാരണം ഒരുപാട് ലേറ്റ് ആയിപ്പോയി. 7 മണിക്ക് ശേഷമാണ് ഞാനിത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ഇതുപോലെ സരസ്വതി പൂജയ്ക്ക് എന്തൊക്കെയാണ് ചെയ്തത്, ഇതുപോലെ പ്രസാദം എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഇലയുടെ ഉണ്ടാക്കാറൊന്നുമില്ല. സാധാരണ എപ്പോഴും ഉഴുന്നുവടയും പായസവും അല്ലെങ്കിൽ പരിപ്പ് വടയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ പ്രസാദമൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ ചെറിയ രീതിയിലുള്ള പൂജ ആയ കാരണം കൊണ്ട് പടുക്ക പോലെ മാത്രം വെച്ചിട്ട് കുറച്ച് പൊരിയും പഴവും മാത്രമാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അതേ ഇഡലി പാത്രത്തിനകത്ത് ഈ ഒരു ഹോൾസ് ഉള്ള പാത്രം ഉണ്ടല്ലോ, ഇതിലാണ് ഞാൻ എപ്പോഴും ആവി ചെയ്യാനായിട്ട് വെക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ആവിയിൽ വേവിക്കാനായിട്ട് നല്ല ഈസിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റീമർ ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ എപ്പോഴും ആവി ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇലയട വേവിക്കാനായിട്ട് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വന്നിട്ട് ഇതുപോലെ വീടിനകത്തെല്ലാം ലൈറ്റൊക്കെ എന്നിട്ട് കുറച്ച് നേരം വീടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുകയായിരുന്നു കേട്ടോ. ഇതുപോലുള്ള വിശേഷ ദിവസം വരുമ്പോൾ മാത്രമാണ് ഞാൻ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്യുന്നതെന്ന് എപ്പോഴും പറയാറില്ലേ. അപ്പം അങ്ങനെ ലൈറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഇട്ടതാണ്. വീടിനുള്ളിൽ നല്ലൊരു വെളിച്ചവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നൈറ്റ് ഹസ്ബൻഡ് പുറത്തുനിന്ന് മേടിക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇഡ്ഡലിയും വടകറിയാണ് മേടിച്ചത്. ആമിക്ക് ഇടിയപ്പമാണ് മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഇതിനിടയിൽ തന്നെ ഇലയുടെയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇലയുടെയാണ്. പക്ഷെ ഇന്ന് ഞങ്ങളിത് കഴിച്ചിട്ടില്ല, നെക്സ്റ്റ് ഡേ ആണ് കഴിച്ചത് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് കരുതി. നന്നായി തണുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും. എന്നിട്ട് രാവിലെയാണ് നമ്മളിത് കഴിക്കുകയുള്ളൂ. വടകറി ഞാൻ എപ്പോഴെങ്കിലും ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആമി ചെയ്തുകൊണ്ടിരുന്ന ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ സിമ്പിളായിട്ടാണ് നമ്മൾ ഇത്തവണ പൂജ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.